ആഗ്രഹമുണ്ട് നല്ല ആള് വന്നാലും ഇങ്ങനെ മാറി മാറി വരണം. എന്നാൽ തന്നെയല്ല നമ്മുടെ അതായത് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരാളിന് മുമ്പ് ആ കുറ്റകാരണമായിട്ട് വരും. മാറി വന്നാലും അതിനൊരു പവർ വേറുണ്ട്. അതാ എനിക്ക് പറയാം. നമ്മളുടെ അഭിപ്രായം സംഗതി ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടാവില്ല എന്ന അഭിപ്രായം. ഇപ്പൊ പറയുന്ന അങ്ങനെയാണ്. നമുക്കിപ്പോ അത് സ്വീകരണം എന്താ ചെയ്യാ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നല്ല ആളാണ്, നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമാണ്, ജനങ്ങളെ സേവിക്കുന്ന ആളാണ്, അല്ലാണ്ട് കൊള്ളടിക്കുന്ന ആളില്ല. അപ്പൊ കണ്ടാൽ സംസാരത്തിന് മനസ്സിലാവില്ല നമുക്ക്. ജനങ്ങളൊക്കെ ആളുടെ കൂടെ കേരളത്തില് തൃശ്ശൂര് നടന്നിട്ടുണ്ടല്ലേ പറയുന്നു. ജനങ്ങൾ അംഗീകരിക്കും. ശരിക്ക് ഒരു പ്രധാനമന്ത്രി ആകേണ്ടതായിരുന്നു. നല്ലൊരു മനുഷ്യനാണ് അയാൾ. തീർച്ചയായിട്ടും ആയിരുന്നു. കഴിഞ്ഞ അയാൾ വരേണ്ടത് തന്നെ ആയിരുന്നു. അതിപ്പോ എങ്ങനെ വോട്ട് കൊള്ളണമെന്ന് ആർക്കും അറിയില്ലല്ലത്, അറിയാതെ പറ്റിയതല്ലേ. അങ്ങനെ തന്നെ നമ്മളിപ്പോ നരേന്ദ്ര മോദി വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പൊ എല്ലാവരും ആളെ കുറ്റം പറയുന്നതല്ലാണ് നല്ലത്. 5 കൊല്ലം കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ അവിടെ നിന്നിട്ട് അതിന് മോശമായിട്ട് സംസാരം തന്നെ അയാളെ പറ്റിയിട്ട്. തൃശ്ശൂർ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. അല്ലെങ്കിൽ അവർക്ക് കേസ് കൊടുത്തു. അത് തന്നെയാണ് കാരണം. ഇങ്ങനത്തെ ഒരു ഇപ്പോഴൊരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കെതിരെ ഇങ്ങനെ രംഗത്ത് കയറുമ്പോൾ എന്തായാലും അവർക്കൊരു കേസോ അല്ലെങ്കിൽ അതിനെതിരെ തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അത് ചെയ്യാം. അത് അവരൊന്നും ചെയ്യുന്നില്ല, അവരൊരു മൗനാണ്. ഇനിയിപ്പോൾ ഇതിന്റെ നാളെ വരാൻ പോകുന്ന ഒരു സംഭവം മുൻകൂട്ടി പറയാം. ഇനിയിപ്പോൾ നമ്മൾ നാളെ സാധാരണ നമ്മളെ ജവാന്മാർ ഇവർക്കൊക്കെ എന്താവും അതാവും അവർ നോട്ടിട്ടുണ്ടാകും. ഇതിനെ മറച്ചു വെക്കാൻ നാളെ അവരെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഒന്നില്ലെങ്കിൽ അതിർത്തിയിൽ എന്തെങ്കിലും സ്ഫോടനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ സംഭവം അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അങ്ങനെയാണ് നമുക്ക് ബുദ്ധിയുള്ള ആൾക്ക് ചിന്തിക്കും.